ബ്രദറെ ഇപ്പൊ തന്നെ ബ്രദർ ഒരു ആലോചന പറഞ്ഞു. ഒരു മോതിരം ഇട്ടേക്കണം, അതില് റെഡ് കളറ് കല്ലുണ്ട്. അതെന്റെ മരുമകനാണ്. മകളുടെ പേര് സജന എന്നാണ്. എസ് കാണിച്ചത് അതാണ്. പുള്ളിക്ക് ഇന്ന് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഇന്ന് സ്കാൻ ചെയ്യാൻ പോയേക്കണായിരുന്നു. അപ്പൊ അവര് വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി, തലമുറയില്ല. ആ ഒരു ടെൻഷൻ വിഷമത്തിലാണ്. അപ്പൊ ആ ദൂത് ഞാൻ ഏറ്റെടുക്കാണ്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതം ചെയ്യും സിസ്റ്ററെ, ഏറ്റെടുത്തോണം. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരേ ആലോചന ഇതേപോലെ വെറുതെ എടുത്ത് പറയണ്ട, സ്വീകരിച്ചാൽ മതി, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, നിങ്ങളുടെ മേലും അത് ആക്റ്റീവ് ആകും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ അതുപോലെ തന്നെ ശാലിനിക്ക് വീടുണ്ടായില്ല, സ്ഥലം ഉണ്ടായില്ല. 2 ബുദ്ധി കുറവാണ്, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവൾക്ക് പള്ളി വക ഒരു വീടും സ്ഥലവും പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ അവരുടെ കൈകളിൽ എത്തും. അതും ഞാൻ ഏറ്റെടുക്കുന്നു. ഈ ശാലിനി എന്ന് പറഞ്ഞ ആരാ? ചേച്ചിയുടെ മോള. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറിന് സ്ഥലം വെക്കുന്ന കാര്യം പറഞ്ഞേക്കെ ബ്രദറെ. അതിന്റെ ഒരു ബോംബെയിലെ ഒരു വീടുണ്ട് പൻവേലിനകത്ത്. കുറെ ട്രൈ ചെയ്ത് പോകുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു അത് മുഖാന്തരം വീട് വിൽപ്പന നടന്നെന്ന് വിശ്വസിക്കുന്നു. ആലോചന എടുത്തോ സിസ്റ്ററെ, അത് സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ കോടതിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്റെ മോനും കോടതിയിലെ ഒരു GSTന്റെ പ്രശ്നത്തില് എന്റെ മോന് അവര് കേസ് കൊടുത്തിരിക്കുന്നു. അതിന്ന് ഞാനിപ്പോ അത് ഏറ്റെടുക്കുന്നത്. എന്റെ മോന് എന്തായാലും ജാമ്യം കിട്ടും, എന്റെ മോൻ രക്ഷപ്പെടും, എന്റെ മോന് വിടുതൽ കർത്താവ് തന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് ജനറ്റാണ്. കർത്താവ് അത്ഭുതം ചെയ്ത് ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോടെ കാണാൻ വേണ്ടി പോകട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. എന്റെ പേര് വിൻസി എന്നാണ്. ഉറക്കെ പറയാവോ? എന്റെ പേര് വിൻസി എന്നാണ്. ഞാൻ ഒരു കുറെ ദിവസം മുമ്പ് ദേവദാസിന്റെ നമ്പർ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് യാദൃശ്ചികമായിട്ട് ശുശ്രൂഷ കണ്ടു. അങ്ങനെ ജസ്റ്റ് ആ നമ്പർ കണ്ടപ്പോ എന്റെ വലിയൊരു വിഷയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി വിളിച്ചതാണ്. വിളിച്ചപ്പോ ഞാൻ ശരിക്കും വിളിക്കുമ്പോ എന്റെ മകൻ 6 ദിവസമായിട്ട് യൂട്യൂബിൽ വഴി കിടക്കരുത്, താമസിക്കാൻ വീടില്ലാതെ, ഭക്ഷണമില്ലാതെ. ഞാൻ കരഞ്ഞു. ദൈവം വഴി തുറക്കും. അതുപോലെ തന്നെ ദൈവം ഒരു താമസിക്കാൻ ഒരു കിടപ്പാടത്തിനുള്ള വഴി തുറന്നു. ആമസോണിന് ഒരു ജോലിയും ശരിയായി. നാളെ കയറാണ്. ഞാൻ വൈകിട്ടൊന്നും വെച്ചിട്ട് ഒരു വണ്ടി റെഡിയായിട്ട് നാളെ കയറാം. അപ്പോ ഞാൻ ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ദേവദാസിന്റെ മീറ്റിംഗ് കേൾക്കുകയും ഞാനത് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ അനുഗ്രഹമാണ്. അപ്പോ ഞാന് ദൈവത്തിന് നന്ദി പറയാണ്. വേണ്ടി പ്രാർത്ഥിച്ച ദേവദാസിന്റെ കുടുംബത്തെ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവ്. ഈശോയുടെ വലിയ സാക്ഷിയാണ്. ഭവനം വിളിക്കുന്ന സമയത്ത് ഭവനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു, ജോലി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കർത്താവ് ഭവനവും കൊടുത്തു, ജോലിയും കൊടുത്തു. ഇന്ന് കർത്താവിന്റെ കൃപയാൽ ഇനിയും ദൈവം വളർത്തും. കർത്താവിന്റെ സന്നിധിയിൽ ചേർന്ന് വേണം. വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് വിടുതൽ സംഭവിക്കുന്നത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവ് കൊടുത്ത ഭവനത്തിന് നന്മയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, ബ്രദർ ഒരു 2 ദിവസം മുന്നേ ഒരു വാഗ്ദത്തം പറഞ്ഞായിരുന്നു. ഒരു മിഡിൽ ഈസ്റ്റിലുള്ള നമ്പറിൽ ഒരു 2-3 നമ്പർ പറഞ്ഞിട്ട്. അപ്പം മമ്മി അത് വാഗ്ദത്തം ഏറ്റെടുത്തായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ മൊബൈൽ നമ്പർ ആണ് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഞങ്ങൾ ഒരു എക്സാമിന്റെ കാര്യം പറഞ്ഞായിരുന്നു. നാളെ എക്സാം എഴുതി, ഏട്ടൻ എക്സാം പാസ്സായി. ഞാൻ വീണ്ടും ഈ വിഷയത്തിന് സാക്ഷ്യം പറയുന്നത്, ഞാൻ ആദ്യം ബ്രദറിന് ഹസ്ബൻഡിന് ജോലി ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ ഞങ്ങക്ക് നാട്ടില് ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ആദ്യം കോൾ ചെയ്യുന്നത് ബ്രദറിനെ. അന്ന് ബ്രദർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ നാട്ടില് ചെറിയൊരു ശമ്പളത്തിന് ജോലി ചെയ്യുന്നതാണോ അതിലും വലുത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പം ഞങ്ങൾ എത്ര ശമ്പളത്തിന് വേണ്ടിയുള്ള ജോലിക്കാണോ പ്രാർത്ഥിച്ചത്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ആ ശമ്പളം ഞങ്ങൾക്ക് ഒരു മാസം അത്രയും എമൗണ്ട് നമുക്ക് ഒരു മാസം ദശാംശമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ഉയരത്തിലേക്ക് നമ്മൾ വിചാരിക്കുന്നതിനും നിனைക്കുന്നതിലും അധികമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്.
ബ്രദർ ഞങ്ങളോട് പല വാഗ്ദത്തങ്ങളായിട്ട് പറഞ്ഞത് അത് ഏറ്റെടുത്ത് വചനം പറഞ്ഞ് അത്രയും വിശ്വാസത്തില് നമുക്കുള്ള സമയം വരുമെന്ന് വിശ്വസിച്ച് എന്നും നമ്മളത് പറയുമായിരുന്നു. ഞാനും മമ്മിയും നിർത്താതെ 3 നേരം പ്രാർത്ഥിക്കുമ്പോഴും ആ വാഗ്ദത്വത്തിന് കൂടെ വചനം വെച്ച് വിശ്വസിച്ച് പറഞ്ഞു. ബ്രദർ പറഞ്ഞു ഓരോ വാഗ്ദത്വവും ഈ ലാസ്റ്റ് പറഞ്ഞ വാഗ്ദത്വം വരെ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം മാറ്റി. ഇപ്പം എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് ദശാംശം കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടാണ് ഞങ്ങൾ ഒരു മാസം ശമ്പളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സിസ്റ്റർ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഹസ്ബൻഡിന്റെ ഫോൺ നമ്പറിന്റെ ആ നമ്പറുകള് എനിക്ക് കിട്ടാൻ വല്ല വഴി ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് തന്നെ കറക്റ്റ് അറിയത്തില്ല. സ്വത്രം. പ്രിയസ് പറഞ്ഞു നമ്മുടെ നമ്പറാണ്, സൗദി നമ്പറാണ്. പ്രാർത്ഥനയിൽ ആ നമ്പർ വെളിപ്പെട്ടിട്ട് പറഞ്ഞു. അത് പറയുകയും ചെയ്തല്ലേ, മിഡിൽ ഈസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്, ദൈവം തൊടുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സാമിന്റെ അകത്ത് ഒരു ജയം ദൈവം കൊടുത്തത് മാത്രമല്ല, ക്രിസ്തു പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. ഇപ്പൊ ദശാംശം കൊടുക്കുന്ന ഒരു തുകയാണ് അല്ലെ, ആ തുകയെങ്കിലും സാലറി കിട്ടിയാൽ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവാത്മാവ് ഉറപ്പിച്ചു, ദൈവം വലിയ തുറക്കുമെന്ന് പറഞ്ഞു. ഇന്ന് അതെങ്കിലും ശമ്പളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞയാൾ ഇപ്പൊ ദശാംശം കൊടുക്കുന്നത് ആ എമൗണ്ട് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവ് നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, ഫിനാൻഷ്യലി നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്, എല്ലാ മേഖലയിലും നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം ആലോചനയിലൂടെ നമ്മളെ തൊടുന്ന ദൈവമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കും, അത് കാത്തിരുന്നോണം. ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കും കേട്ടോ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു? ഹലോ, പറഞ്ഞു, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്ന് ഇപ്പം ബ്രദർ ഒരു പ്രവചിച്ചായിരുന്നു, അതായത് 2 കുട്ടികളെ, പെൺകുട്ടികളെ, ഒരു വീട് പകുതി ടെറസും പകുതി ഓടും, കുട്ടികളുടെ മേല് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതായിട്ട് പറഞ്ഞില്ലേ ഇപ്പൊ? എന്റെ മക്കളാണ്, 2 പെൺകുട്ടികളാണ്. ഒരാൾ 6 വയസ്സും മൂത്ത ആള് 13 വയസ്സും. അവർക്ക് വേണ്ടി ഏറ്റെടുത്തു. അവരുടെ ഭാവിയെ തടസ്സപ്പെടാതെ സാക്ഷ്യമാക്കി ദൈവം വളർത്തും. അവരുടെ ബാല്യത്തിലെ ദൈവത്തെ അറിഞ്ഞു വളരുന്ന ഒരു തലമുറയായിട്ട് അവർ മാറും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഞാൻ മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ, എന്റെ ഹസ്ബൻഡ് അവരെല്ലാം നായന്മാരാണ്. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നിറയ്ക്കുന്ന സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ കുടുംബമായിട്ട് കർത്താവിലേക്ക് വരുവാൻ നമ്മൾ ഇടയായിത്തീരും. ദൈവം വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കാൻ ഇടയായിത്തീരും. ഞാൻ മിക്കപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ നമ്മൾ മറ്റൊരു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാം അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രാർത്ഥനയോടെ വിശ്വസിച്ചോ, തലമുറകളെ ദൈവം അനുഗ്രഹിച്ച് സാക്ഷിയാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദർ, ഒരു ദിവസം ഞാൻ വളരെ ഭാരത്തോടെ ഈ സൂം മീറ്റിനെ അറ്റൻഡ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ബ്രദർ ഒരു ആലോചന പറഞ്ഞു. ഒരു മഞ്ഞ പെയിന്റും അല്ല, ഒരു ചന്ദന കളർ പെയിന്റ് രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടില് ഒരു മകള് ഒരു റൂമില്, അതായത് തെർമോക്കോള് ആ റൂമിലുണ്ട്. അവിടെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്ന്. പക്ഷെ ഞാനത് ഏറ്റെടുത്തു. ഒത്തിരി ഭാരത്തോടെ ആ മോളെ പഠിപ്പിക്കാൻ ഒരു വഴിയില്ലാതെ ഭാരത്തോടെ ഇരുന്നപ്പോഴാ ബ്രദർ ഇത് പറഞ്ഞത്. മോക്കൊരു മിഷണറി ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. ബ്രദർ പ്രാർത്ഥിക്കണം. പിന്നെ ഒരു അടയാളം പറഞ്ഞു, ആ ഭവനത്തില് സജി. അപ്പൊ അതിന്റെ ബ്രദറാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞൊരു പ്രവചന ആലോചന പറഞ്ഞ സിസ്റ്ററുടെ ഭവനത്തിന്റെ അടയാളത്തെ കർത്താവ് വെളിപ്പെടുത്തി. പെയിന്റിന്റെ കളറ്, അത് മാത്രമല്ല കയറി വിടുന്നിടത്ത് തെർമോക്കോൾ ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒരു കാഴ്ച കാണിച്ചു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു പറഞ്ഞു. ഈ മകളുടെ സിസ്റ്റർ ഇനി ഭാരപ്പെടണം കേട്ടോ, ഇത്രയും ഉറപ്പ് ദൈവം തന്നു. ആ മകൾ ഡോക്ടറാകും, സാക്ഷിയാകും. കാരണം വെച്ചാൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കയറി വന്ന് എനിക്കോ മറ്റാർക്കോ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണാനോ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. പക്ഷെ ആത്മാവിൽ ദൈവം അതിനെ വെളിപ്പെടുത്തിയത് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ പ്രാർത്ഥന മടുക്കു പോകാതെ വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാന് എന്റെ പേര് ജോസ്. ഞാന് പത്തനംതിട്ടയെന്നാ വിളിക്കുന്നത്. കേൾക്കുന്നുണ്ട് ബ്രദറെ, പറഞ്ഞു. ഞാൻ 1 വർഷത്തോളമായി എന്റെ ഇടത്തെ കാലിന്റെ തള്ളവിരലിന്റെ അടിയിലൊരു ചക്കക്കുരു
വലിപ്പത്തിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. അത് നടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉം. ഏകദേശം 1 വർഷത്തോളമായി. അപ്പം ഞാൻ ഈ പ്രാർത്ഥനാ സമയത്ത് തൻ്റെ അണിപ്പിടരാ രോഗസൗഖ്യം വന്നില്ല. അപ്പം അത് ഞാൻ ബ്രദറിനോട് ചേർന്ന് ഞാനിത് പ്രാർത്ഥിക്കുവാണ്. ഇപ്പം ചുരുക്കം പറഞ്ഞ ഒരാഴ്ചയായിട്ട് ആ ഒരു തടുപ്പ് കാണുന്നില്ല, എനിക്ക് വേദനയുമില്ല. ഓ സ്തോത്രം. ഇത് വലിയൊരു അത്ഭുതമാണ് ബ്രദർ പറഞ്ഞത്. 1 വർഷമായിട്ട് ചക്കക്കുരുവിന്റെ വലിപ്പത്തിൽ കാലിനടിയിൽ ഒരു മുഴ അല്ലേ, തടിപ്പുണ്ടായിരുന്നു അല്ലേ? അതെ 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 അതെ. അപ്പൊ ഞാൻ നടക്കുമ്പോഴൊക്കെ വേദന വേദനയോടെ ഉണ്ടായിരുന്നു? നടക്കുമ്പോൾ അത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നു, വേദനയും ഉണ്ടായിരുന്നു. ഓ സ്തോത്രം. ഇപ്പൊ അത് നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. ഇപ്പൊ വേദനയില്ല, മുഴയും അവിടെ ഇല്ല. മുഴയുമില്ല, തടുപ്പുമില്ല, വേദനയില്ല, ഓ ഒന്നുമില്ല. യേശു നോർമൽ അത്ഭുതം. ആയിട്ടിരിക്കുന്നു. 1 വർഷമായിട്ട് സ്തോത്രം. ആമേൻ. യേശുവെ അങ്ങ് അത്ഭുത മന്ത്രി. പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു, വേദന കൊണ്ട് ഭാരപ്പെടുന്നായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ വേദനയും പോയി, മുഴയും പോയി. യേശുവെ അങ്ങ് അത്ഭുത മന്ത്രി. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഈ സാക്ഷ്യം നമ്മൾ എവിടെയാണോ കേരളത്തിൽ വരുമ്പോൾ നമുക്കിത് കേൾക്കണം കേട്ടോ. ഇത് വന്ന് പറയണം. തിരുവനന്തപുരത്തോ കൊല്ലത്തോ എവിടെയാണോ കോട്ടയത്തോ എവിടെയാണെങ്കിലും ഈ സാക്ഷ്യം അനേക ഇതേപോലെ മുഴയാൽ ഭാരപ്പെടുന്നവർക്ക്, വേദനയാൽ ഭാരപ്പെടുന്നത് ഇത് കേൾക്കുമ്പോൾ അവർക്ക് സൗഖ്യമാകാനൊരു അവസരമാണ് ഈ സാക്ഷ്യം. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ പറഞ്ഞു പറഞ്ഞു. ഇപ്പൊ ബ്രദർ ഒരു ഇത് പറഞ്ഞിരുന്നു. സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട കേസിനെ പറ്റി പറഞ്ഞു. അത് എന്റെ വക്കീലാണ്. എനിക്ക് ഇവിടെ കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് ഉണ്ട്. അതാണ് സുരേഷ് എന്നാണ് വക്കീലിന്റെ പേര്. അത്ഭുതമാകാൻ വേണ്ടി പോസ്റ്ററെ അത്ഭുതം യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥന റിക്വസ്റ്റ് വല്ല അയച്ചിട്ടുണ്ടോ? എനിക്കോ മറ്റാർക്കെങ്കിലും? യേശു ദൈവാത്മാവ് ഇടപെട്ടതാ. സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവം അത് അത്ഭുതമാകാൻ വേണ്ടി പോട്ടോ. ആ കേസ് നമുക്ക് അനുകൂലമാവും. കോൺട്രാക്ടർ എന്നെ പറ്റിച്ചിട്ട് പോയത് 25 ലക്ഷം രൂപ. ഓ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ നന്മ അപഹരിക്കാൻ പിശാചിന് കഴിയത്തില്ല. അത് ഇരട്ടി നന്മ മടങ്ങി വരും കേട്ടോ. ആമേൻ പറഞ്ഞ പ്രവചനത്തെ ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? പെട്ടെന്ന് പറഞ്ഞു. ഹലോ ബ്രദറെ. എന്തോ പറഞ്ഞു? ബ്രദറെ ഇപ്പൊ കേട്ടതാണ് ബ്രദർ ഒരു ടൂറ് പറഞ്ഞത്. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്, വാടകയ്ക്കാണ്. എനിക്ക് വയനാട്ടിൽ ഒരു 9 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ട്. അത് വിൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട്. പകുതി വില പോലും അത് കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. അവരങ്ങനെയാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ. ഞാനും പ്രാർത്ഥിച്ചത് ഏറ്റെടുത്തിട്ടുണ്ട്. ആമേൻ. തീർച്ചയായും ശ്രദ്ധ അത്ഭുതമായി തീരും യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞ പ്രവചനത്തെ സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാൻ ഒരാൾ പറയുമ്പം ബാക്കി ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂട്ട് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ്. പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞു. ഉറക്കെ പറയണേ. പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും വേണ്ടി ബർത്ത്ഡേ ബ്രദർ ഒന്നും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. തീർച്ചയായിട്ടും ഞാൻ ആ കാര്യം ഞാൻ സിസ്റ്റർക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് അജാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രെയർ ലൈനിലുള്ള എല്ലാ സഹോദരന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് പ്രിയമകളുടെ ജന്മദിനമാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. ദീർഘായുസ് കൊണ്ട് ദിവ്യ ആരോഗ്യം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചതുകൊണ്ട് വിശ്വാസത്തിന്റെ ഡിക്ലെയർ ചെയ്യുകയാണ്. കർത്താവ് ഈ വർഷം വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാണുന്ന വർഷമായി തീരട്ടെ. അനേക ആത്മാക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ അനുഗ്രഹങ്ങൾ ഇനി കാണും, അത്ഭുതങ്ങൾ കാണും. ഈ ദിവസങ്ങളിൽ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തെ വാഴ്ത്തുന്നത് പോലെ ഒത്തിരി നന്മകളാൽ നിറയ്ക്കട്ടെ. സിസ്റ്റർ അനുഗ്രഹിക്കുന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഇനിയും അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എനിക്ക് 5 വർഷമായിട്ട് PF ഇപ്പം പ്രാർത്ഥിച്ച് എനിക്ക് അതിന്റെ ഒരു അഡ്വാൻസ് ലെറ്റർ അയച്ച് അതിന്റെ 5 വർഷമായിട്ട് ബ്ലോക്ക് ആയിരുന്നത്? അതെ. PF-ന്റെ അല്ലേ? ഓ യേശുവിനെ നാം നന്ദി കർത്താവ്. 5 വർഷമായിട്ട് PF-ന്റെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ അത് തുറന്നു. ഇനി അത് തുടക്കമാണ്. അത് മുഴുവനും നന്മയായി തന്നെ ഈ വർഷം ലഭിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാനുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ എന്തോ? മുമ്പേ സിബിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഇന്ന് പകല് രാവിലെ പ്രാർത്ഥനയില് ഞാൻ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് കിടന്നു. ഞാനത് സ്റ്റേറ്റസ് കിട്ടു. പ്രൊവേഴ്സ് 21 അധ്യായത്തിന് 1-ാം വാക്യം, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഈ വചനം ഇന്ന് പകൽ മുഴുവൻ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, എന്നിട്ട് ഈ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കുടുംബ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ, ഇന്ന് എന്നോട് ഇടപെടണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ കർത്താവ്, എന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് തൊട്ടതിനായി സ്തോത്രം. അവർക്ക് തലമുറയില്ല കേട്ടോ ദേവദാസനെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇന്ന് ആ പ്രവചനാലോചന സ്വീകരിച്ചു. ദൈവാത്മാവ് ഇടപെട്ടതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടാൻ വേണ്ടി വിശ്വാസത്തിൽ ഉറപ്പിക്കുക നമുക്ക് തരുവാണ്. ആ അത്ഭുതകരമായ പ്രവൃത്തിയാൽ ദൈവം നൽകി കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളൊരു? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു. ഞാന് അഞ്ജലിന്നാണ് വിളിക്കുന്നത്. അപ്പോഴ് എന്റെ ജോലിയുടെ ഒരു അപ്രൂവലിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്രൂവൽ വരെയുള്ള കാര്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് ഇച്ചിരി നെറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം എന്റെ ഇന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് മെയ് മാസം മുതൽ എനിക്ക് ദൈവം തമ്പുരാന്റെ വലിയ കരുണ കൊണ്ട് സാലറി കിട്ടാൻ തുടങ്ങി. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. യേശുവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നന്ദി കർത്താവെ. പ്രിയമുള്ള വലിയൊരു ഭാരമായിരുന്നു, വലിയൊരു വിഷയമായിരുന്നു. എന്നാൽ കർത്താവ് ഇന്ന് ഇടപെട്ടു അത് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ ചുരുക്കം മകളിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഒരു രാജിയമ്മ പറഞ്ഞിട്ട് ഒരു അസുഖമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം 3-ാം തീയതിക്ക്. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, തിരിച്ചു വീട്ടിലേക്ക് വന്നു. പിന്നെ അവർക്ക് ലൂസ് മോഷൻ പോവുക, ഛർദിയായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു പാല്, തൈര്, പറഞ്ഞ പോലെ ഉള്ളി ഇതൊന്നും കൊടുക്കാൻ പാടില്ല പറഞ്ഞു. കുറച്ച് ധാന്യം മാത്രം, ചാമ, അതൊന്നും അവരുടെ ശരീരത്തേക്ക് ചെല്ലില്ല. ഏത് സമയത്തും ഛർദിയായിരുന്നു, ലൂസ് മോഷൻ. അപ്പൊ ഡോക്ടർ അതുപോലെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് അങ്ങനെ മരുന്നൊക്കെ അങ്ങനെ കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അങ്ങനെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഓക്കെ ആക്കി. അപ്പൊ ഞാൻ അതേപോലെ ക്ലാസ്സിൽ വെള്ളം എടുത്ത് വെക്കും, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തു. ഏത് ഭക്ഷണം കഴിച്ചാലും ഒന്നും പ്രശ്നമില്ല, സ്വസ്ഥം പറഞ്ഞ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദൈവം അവിടെ പ്രവർത്തിച്ചു. ബ്രദർ, വലിയൊരു അനുഗ്രഹമാണ്. ഡോക്ടർ പറഞ്ഞു എല്ലാ ഭക്ഷണം കഴിച്ചാൽ അപ്പൊ കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എല്ലാം അങ്ങനെ കഴിക്കാനുള്ള അനുവാദം ദൈവം കൊടുത്തു. ഒരുപാട് നന്ദി പറഞ്ഞു, സ്തുതിക്കുന്നു. ഇപ്പോഴും ആ ഭക്ഷണം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ പറഞ്ഞു 2-3 പ്രാവശ്യത്തില്ല, ഒരു 5-6 പ്രാവശ്യം കുറച്ച് കൊടുത്താൽ മതി പറഞ്ഞു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒരു 6 പ്രാവശ്യം കൊടുക്കാന്ന് പറഞ്ഞു. ദൈവം വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും പ്രിയ കർത്താവ് ഇന്ന് അനുഗ്രഹിച്ച വൻകൃപയ്ക്ക് നന്ദി പറയുന്ന, സൗഖ്യത്തിന് നന്ദി. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചല്ലോ. ഇനിയും അനേകർക്ക് സാക്ഷ്യമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സ്ട്രേ. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധി പറഞ്ഞു. ഹലോ, എന്തോ പറഞ്ഞു? ബ്രദറെ, ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി ദൂത് ബ്രദർ പറഞ്ഞായിരുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. സജീവ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ ദൈവം കാണിക്കുന്നു എന്ന് പറയും. പിന്നെ അതിനോട് എന്റെ തന്നെ അമൽ എന്ന പേരും കൂടെ കാണിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേ ആ ദൂത്, എന്റെ ഭർത്താവിന്റെ പേരാണ് സജീവ്. അമല് ഭർത്താവിന്റെ ചേട്ടന്റെ മോനാണ്. അപ്പൊ ഇവരെ വസ്തുവിന്റെ തമ്മില് ഒരു ഓഹരി ഒന്നും ചെയ്യാൻ പറ്റാതെ അമ്മ മരിച്ചിട്ട്, അത് അച്ഛന്റെ പേരിരുന്ന വസ്തുവാണ്. അപ്പൊ മരിച്ചിട്ട് പിന്നെ കുറച്ച് വർഷമായിട്ട് ഇത് ചെയ്തില്ല, ഈ കരം അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അത് പറ്റിയില്ലായിരുന്നു. അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പൊ അത് വസ്തു ഒന്നും എഴുതാനോ ഒന്നും പറ്റണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മറ്റു സഹോദരങ്ങളാരും ഇതിൽ ഇടപെടുന്നില്ല, അത് എഴുതാനോ ഒന്നിനും ഇടപെടുന്നതും ഇല്ല. അപ്പൊ ആ ഒരു വിഷയമുണ്ട്. അതേപോലെ ബ്രദർ അതിന് മുന്നേത്തെ മാസത്തില് 5-ാം മാസത്തില് 9-ാം തീയതി ബ്രദർ സജീവ് എന്നൊരു വ്യക്തി സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അത് ഞാൻ വിശ്വസിച്ച് ഭർത്താവിനായിട്ട് തന്നെ സ്വീകരിച്ചെടുത്ത അണ്ണന് ഈ തലയിൽ
ഞരമ്പുകളെല്ലാം ചുരുങ്ങി പോകുന്ന ഒരു രോഗമുണ്ട്. പിന്നെ ലക്ഷത്തിൽ ഒരാൾക്കുള്ള രോഗം എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ അത് ഞാൻ വിശ്വസിച്ചായിട്ടിരിക്കുന്നത്. അത് സൗഖ്യമാവുമെന്ന്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പ്രിയസ് പറഞ്ഞ 2 ആലോചനകളാണ്. ഒന്ന്, ദൈവാത്മാവ് ഇടപെട്ടു. സജീവ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ആമൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയും 2 പേരെയും ദൈവം തൊടുന്നാട്ട് പറഞ്ഞു. അവരുടെ ഒരു സ്ഥലസംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് വേണ്ടി അവർ ഏറ്റെടുത്ത് ഇന്ന് രോഗാവസ്ഥ ഉണ്ടായിരുന്നു. ജസ്റ്റ് ധൈര്യമായിട്ടിരുന്നോണം. ലക്ഷത്തിൽ ഒരാൾക്കുള്ള അസുഖമാണെങ്കിലും യേശു അതിനുവേണ്ടി വില കൊടുത്തതാണ്. കർത്താവിന്റെ അത്ഭുതത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഇല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. ഹലോ, പറഞ്ഞു. ബ്രദർ നേരത്തെ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. TV സ്റ്റാൻഡിന്റെ മുകളിലൊരു താറാവിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞത്. അത് എന്റെ ഭവനമാണ്. അപ്പൊ അത് പറഞ്ഞു 3 മാസം മുമ്പ് ഒരു ട്രിവാൻഡ്രം യാത്ര ചെയ്തിരുന്നു. അത് എന്റെ സഹോദരിയായിട്ട് ഞങ്ങൾ പിണങ്ങി നിൽക്കുവാണേ. അപ്പൊ അവര് വരുമെന്ന് ബ്രദർ ഇപ്പൊ ആലോചനയിൽ പറഞ്ഞായിരുന്നു. ഓ ബ്രദറാണ് ഈ കാര്യം വല്ലതും ബ്രദറെ ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ ഈ യാത്ര ചെയ്തതൊക്കെ? ഞാനിത് ചോദിക്കുന്ന വേറൊന്നുമല്ല. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. വ്യക്തിപരമായിട്ടുള്ള ആ സഹോദരന്റെ വീടിന്റെ അകത്തിരിക്കുന്ന കാര്യങ്ങളും യാത്രകളും ഒക്കെ വെളിപ്പെടുത്തിയത് കർത്താവ് ബ്രദറെ ഓർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കലഹത്വങ്ങളെ വിട്ടുമാറി ദൈവം സമാധാനത്തെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ തുറക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥന ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കിന്ന് ഒരുമിച്ച് ഈ സാക്ഷി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആലോചനകളും അല്ല. ഇത് കേൾക്കുന്ന യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിക്കോട്ടെ, ഇത് കേൾക്കുന്ന ആ വ്യക്തികൾ സൗഖ്യമാകും. ഒന്നും ബ്ലസ് ചെയ്ത് യേശുവേ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ അവർ ഹൃദയങ്ങൾ തുറക്കട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതുതായിട്ട് കേൾക്കുന്ന ഒരു രോഗമുള്ള ഭാഗത്തോട്ട് കൈ എടുത്ത് വെച്ചിട്ട് വേണം കേൾക്കാൻ. ആ കൈ അവിടെ എടുക്കുമ്പം രോഗമോ വേദന അവിടെ ഉണ്ടാകത്തില്ല. യേശു വില കൊടുത്തതാണ്. നിങ്ങൾ വിളിച്ചു പറയണം, യേശു എൻ്റെ രോഗത്തിന് വേണ്ടി ക്രൂശിൽ വില കൊടുത്തു, എനിക്ക് വേണ്ടി മുറിവേറ്റു, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഞാൻ കടഭാരം കൊണ്ട് തകരാൻ വേണ്ടിയല്ല, യേശു എനിക്ക് വേണ്ടി ദരിദ്രനായത് ഞാൻ ബഹുസമ്പന്നനാകാൻ വേണ്ടിയാണ്. എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ രക്തം ചൊരിഞ്ഞത്. ഞാനത് മുഴുവനും സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ. അത്ഭുതത്തിന് നന്ദി കർത്താവ്. ഞാൻ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി, അത്ഭുത സാക്ഷ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ